ഹലോ മൈ ഡിയേഴ്സ്. ഒരു സ്പിരിച്വൽ ജേർണിയിൽ, പ്രത്യേകിച്ചും ടിൻ ഫ്ലെയിം ജേർണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും എന്നാൽ ഒരുപാട് സ്ട്രഗിൾസ് നിറഞ്ഞതുമായിട്ടുള്ള ഒരു ഫേസാണ് കാർമിക് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കാർമിക് ക്ലിയറൻസ് എന്നും DMൻ്റെ കാർമിക് ക്ലിയറൻസ് സ്റ്റേജുകൾ ഏതൊക്കെയാണെന്നുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മുടെ ആത്മാവ് മുൻ ജന്മങ്ങളിലോ ഈ ജന്മത്തിൻ്റെ തുടക്കകാലത്തോ ഒക്കെ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത കുറേ പ്രവൃത്തികൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ, അതായത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തികൾ, അവർ കടന്നുപോയ അതേ ഇമോഷൻസിലൂടെ അത് കൊടുത്ത ആളുകളും കടന്നു പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് കർമ്മകണക്ക് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ഒരാളെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്തു, അവർക്ക് സ്നേഹം കൊടുത്തില്ല, അവരെ അവഗണിച്ചു, അവരെ കൺട്രോൾ ചെയ്തു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പാസ്റ്റ് ലൈഫിലും ഈ ലൈഫിലൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. അപ്പം നമ്മൾ തിരിച്ചും അതേ ഇമോഷൻസിലൂടെ, ഇൻസൾട്ട് എന്ന ഇമോഷനിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് ആ കർമാസ് അവിടെ ക്ലിയർ ആവുന്നത്. ഒരു പക്ഷേ ആ വ്യക്തി തന്നെ നമുക്കത് തിരിച്ചറിയണമെന്നില്ല, അതിൻ്റെ മീഡിയമായിട്ട് മറ്റാരെങ്കിലും ആയിരിക്കും നമുക്ക് ആ ഒരു ഇമോഷൻ തരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പല ജന്മങ്ങളായിട്ട് കൊടുത്തിട്ടുള്ള എല്ലാ കണക്കുകളും ടാലിയാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ ട്വിൻ ഫ്ലെയിംസ് ഒക്കെ ഓൾഡ് സോളുകളാണ്, അവസാന ജന്മങ്ങളിൽ ഒന്നാണ് ഇതെന്നൊക്കെ അറിയാലേ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കർമ്മങ്ങൾ നമുക്ക് ഇവിടുന്ന് തീർക്കാനുള്ളത് കൊണ്ടാണ് ഹെവി ആയിട്ടുള്ള ഒരു കാർമിക് ക്ലിയറൻസ്, ഇത്രയും പ്രയാസം നിറഞ്ഞൊരു സന്ദർഭങ്ങളിലൂടെയൊക്കെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. അപ്പോൾ ഇതൊക്കെയും നമ്മൾ മുൻജന്മങ്ങളിലായിട്ട് പലർക്കും കൊടുത്തിട്ടുള്ളതാണ് എന്നുകൂടി ഓർക്കുക. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ഇതൊക്കെയും ബേസിക്കലി നമ്മൾ സോൾ ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു കാർമിക് ഡെപ്റ്റിൻ്റെ ഭാഗമായിട്ട്, കാർമ ക്ലിയർ ആകുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെ ക്ലിയറൻസ് നടക്കണം എന്നുള്ളതാണ് അവസാന ജന്മങ്ങളിലൊക്കെ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം. അതുപോലെ വെറും ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് ചിലപ്പോൾ നല്ല ആരോഗ്യം ഉണ്ടാകും, നല്ല ബുദ്ധി ഉണ്ടാകും, അങ്ങനെ പല പുണ്യങ്ങളും നമ്മൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നല്ല കാര്യങ്ങളും നാം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നന്നായിട്ട് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സോ ആത്മാവ് അതിൻ്റെ പരമമായ സത്യത്തിലേക്ക് എത്തുന്നതിന് മുന്നേ വഴിയിലുള്ള തടസ്സങ്ങൾ, അതായത് നമുക്ക് പഠിക്കേണ്ട ലെസൺസ്, പെയിനുകൾ, ഭയങ്ങൾ, ഇതൊക്കെ നീക്കം ചെയ്യുന്ന പ്രക്രിയ, ഇതിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ട് ഇതിനെയൊക്കെ തീർക്കുന്ന, ക്ലോസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കാർമിക് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നമ്മെ തടയുന്ന സബ് കോൺഷ്യസ് മൈൻഡിലെ എല്ലാ ചിന്തകളെയും പ്രപഞ്ചം പുറത്തെടുത്ത് കളയുന്ന ഒരു ഘട്ടമാണിത്. അതുകൊണ്ടാണ് പലപ്പോഴും എൻ്റേത് എന്ന് പറയുന്ന ബന്ധങ്ങളൊന്നും നമുക്ക് ഇല്ലാതായി പോകുന്നത്. അതായത് ഞാൻ എൻ്റെ സ്നേഹം എൻ്റെ വൈഫ്, ഹസ്ബൻഡ്, അല്ലെ കുട്ടികൾ, എൻ്റെ മാതാപിതാക്കളിൽ ഇവരിലേക്ക് ഒതുക്കുന്നതിന് പകരം ലോകത്തിന് മുഴുവനായിട്ട് അൺകണ്ടീഷണൽ ലവ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളിൽ നിന്നും അത്തരം ബന്ധങ്ങളൊക്കെ അകന്നു പോകുന്നതായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി DMൻ്റെ കാർമിക് ക്ലിയറൻസ് സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെയധികം DMനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കഠിനമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ DFകൾ എത്രയും പെട്ടെന്ന് ഈ ജേണിയും സ്പിരിച്വൽ പാത്തൊക്കെ ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. ഒരു സറണ്ടർ മോഡ് അവർക്ക് അതേ ഉണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ അവർ വേഗം മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ DM എന്ന് പറയുന്നത് വഴങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാറ്റഗറിയാണ്. കാരണം അവരെപ്പോഴും ലോജിക്കായിട്ടും ഒരു ഈഗോ മൈൻഡിലൊക്കെയാണ് ജീവിക്കുന്നത് അല്ലേ. അവർക്കതുണ്ട്, അവർക്കിതുണ്ട് എന്നുള്ളൊരു മൈൻഡായിരിക്കും. എന്നാൽ DF അധികം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു സെൽഫ് വർത്തുമില്ല, ഉള്ള കാര്യം കൂടി ഉണ്ട് എന്ന് തുറന്നു പറയാത്ത ആളുകളായിരിക്കും. DMന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിലും അത് എടുത്തു വെച്ച് അവരൊരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൈൻഡിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിത് ആക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ കാർമിക് ക്ലിയറൻസ് എന്ന് പറയുന്നത് വളരെയധികം DMനെ സംബന്ധിച്ചിടത്തോളം കഠിനമായിരിക്കും എന്നുള്ളതാണ്. അതിൽ സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഒരു തകർച്ചയുടെ തുടക്കമാണ്. ദ ക്രാക്കിംഗ് എന്നൊക്കെ പറയാം നമുക്ക്. DM അത്ര കാലം കെട്ടിപ്പടുത്തിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ളൊരു ലോകമുണ്ട്, അവരുടേതായിട്ടുള്ളൊരു ലോകമുണ്ട് അല്ലേ. ജോബ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അങ്ങനെയൊക്കെയുള്ള ഒരു ലോകം, അതിനൊക്കെ ഒരു വിള്ളൽ വീഴുന്നു. അപ്പോൾ അതുവരെ സന്തോഷം നൽകിയിരുന്ന കാര്യങ്ങൾ, ക്യാഷ്, ഫ്രണ്ട്ഷിപ്പ്, ചിലപ്പോൾ ലഹരിയായിരിക്കാം, അതൊക്കെ പെട്ടെന്ന് മടുപ്പായിട്ട് തോന്നും. ഒരുതരം അസ്വസ്ഥത അവരെ പിടികൂടും. കാരണം എന്തെന്നറിയാത്ത ഒരു ടെൻഷൻ അവരെ പിടികൂടുന്ന സ്റ്റേജാണ് ഫസ്റ്റ് സ്റ്റേജ്. അതായത് അന്നേ വരെ സന്തോഷം കണ്ടെത്തിയ ഒന്നിനും അവർക്ക് സന്തോഷം കൊടുക്കാൻ കഴിയാത്തൊരു സ്റ്റേജാണ് ആദ്യമായിട്ട് സംഭവിക്കുക. ഇനി സ്റ്റേജ് 2 ഈ കാർമിക് ബന്ധങ്ങളിലുള്ള ഒരു സംഘർഷം, ഫൈറ്റ് എന്നൊക്കെ പറയാം. അവരുടെ ജീവിതത്തിലുള്ള കാർമിക് വ്യക്തികൾ, കാർമിക് സാഹചര്യങ്ങൾ, അത് ജോബായിരിക്കാം, ഫിനാൻഷ്യൽ ആയിരിക്കാം, പാർട്ട്ണർ, ഫാമിലി, ഫ്രണ്ട്സ്, ഇതൊക്കെ ആയിരിക്കും അല്ലേ.
അപ്പോൾ ഇവരൊക്കെ കൂടി ഈ ഡി എമ്മിന് വലിയ തോതിൽ മെന്റൽ പ്രഷർ കൊടുക്കുന്ന ഒരു സന്ദർഭം വരും. അവരെ ഇൻസൾട്ട് ചെയ്യുകയും തള്ളിപ്പറയുകയും ചൂഷണം ചെയ്ത കാര്യങ്ങളൊക്കെ പുറത്തു വരികയൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റേജ് വരും. അപ്പോഴാണ് ആ ബന്ധങ്ങൾ എത്രത്തോളം ടോക്സിക് ആണെന്നുള്ളത് ഡി എം തിരിച്ചറിയുക. താൻ ഇത്ര കാലം ആർക്ക് വേണ്ടിയൊക്കെയാണോ എന്തിനു വേണ്ടിയൊക്കെയാണോ നിലകൊണ്ടത് അതൊക്കെയും തനിക്ക് തിരിച്ചടി തരുന്ന ഒരു സ്റ്റേജ് വരും. അപ്പം ഈ വേദനയിലൂടെ മാത്രമേ അവരെ അവരുടെ ഉള്ളിലുള്ള മാറ്റത്തിന് തയ്യാറാകുള്ളൂ എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ട്രൂത്ത്. ഇനി സ്റ്റേജ് 3 നോക്കാം. അത് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയാം. ഇതാണ് കർമിക് ക്ലിയറൻസിന്റെ ഏറ്റവും ടോപ്പ് ലെവല്. ഡി എമ്മിന് തൻ്റെ എല്ലാം നഷ്ടപ്പെട്ടതായിട്ട് തോന്നും. ഏകാന്തത, ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടം, ഫ്യൂച്ചർ എന്താവുന്നുള്ള പേടി എന്നിവയൊക്കെ ഡി എമ്മിനെ വേട്ടയാടും. അപ്പോൾ ഡി എമ്മിൻ്റെ ഈഗോനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കേണ്ടി വരുന്ന ഒരു സ്റ്റേജാണിത്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഈഗോ ഉണ്ടോ അതൊക്കെ യൂണിവേഴ്സ് തച്ചുടയ്ക്കുന്ന ഒരു സ്റ്റേജാണ്. ഇനി സ്റ്റേജ് 4 ഫിസിക്കൽ പർജിങ് നടക്കും. അടിച്ചമർത്തപ്പെട്ട കർമ്മങ്ങൾ ശരീരത്തിലൂടെയൊക്കെ പുറത്തു പോകും. ഇത്രയൊക്കെ ആയിട്ടും സ്റ്റേജ് 3 വരെ കടന്നു പോയിട്ടും പഠിക്കാത്ത ഡി എമ്മിന് ശരീരം പണി കൊടുക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ കാലുവേദന, ദഹന പ്രശ്നങ്ങൾ, നടുവേദന, വിറയല്, ഹെവി ആയിട്ടുള്ള ക്ഷീണം, ഛർദി, ഇതൊക്കെയും ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഈ ഒരു സമയത്താണ് ഡി എഫിന്റെ സാമീപ്യം പോലും ഡി എമ്മിന് ഒരുതരം ടെൻഷൻ നൽകുക. കാരണം ഡി എഫിന്റെ എനർജി ഈ ഒരു കാർമിക് ക്ലിയറൻസ് വേഗത്തിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി സ്റ്റേജ് 5 നോക്കാം. ഈ സ്റ്റേജ് 5 എത്തിയാൽ മാത്രമാണ് അവർ അവേക്കനിങ് ആൻഡ് സറണ്ടർ സംഭവിക്കുകയുള്ളൂ. കർമ്മങ്ങളൊക്കെ നീങ്ങി തുടങ്ങുമ്പോൾ ഡി എമ്മിന് ഒരു വ്യക്തത ലഭിക്കും. ഡി എഫ് തനിക്ക് ആരാണ്, ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്നും താൻ ഇത്രയും കാലം അവോയ്ഡ് ചെയ്ത ആ വ്യക്തി മാത്രമാണ് തനിക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ളത്, തൻ്റെ ഗ്രോത്തിന് സഹായിച്ചിട്ടുള്ളത്, ഗ്രോത്ത് ആഗ്രഹിച്ചിട്ടുള്ളത്, എത്രയൊക്കെ ഇൻസൾട്ട് ചെയ്താലും തൻ്റെ കൂടെ നിന്നിട്ടുള്ളത് എന്നൊക്കെ ഡി എം തിരിച്ചറിയുന്ന ഒരു സ്റ്റേജ് വരും. അതാണ് സ്റ്റേജ് 5. ഡി എമ്മിൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്നും ഒക്കെ ഡി എം തിരിച്ചറിയുന്നു. അവർ പ്രപഞ്ചത്തിൻ്റെ ഫ്ലോയ്ക്ക് ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞ പോലെ ആ ഫ്ലോയ്ക്ക് സ്വയം വിട്ടുകൊടുക്കുകയാണ് സ്റ്റേജ് 5 ചെയ്യുന്നത്. അപ്പോൾ ഇനി ഈ കാർമിക് ക്ലിയറൻസിൽ ഡി എഫിൻ്റെ റോളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഡി എമ്മിൻ്റെ ക്ലിയറൻസ് നടക്കുമ്പോൾ ഡി എഫ് വെറുതെ ഇരിക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ എനർജിയാണ് ഈ ഒരു പ്രക്രിയയുടെ വേഗത നിശ്ചയിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രോപ്പറായിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഡി എഫ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഡിറ്റാച്ച്മെൻ്റ് ആണ്. അവരുടെ വേദനകൾ പറയുമ്പോൾ ഫാമിലിയിൽ അങ്ങനെ നടന്നു, ഫിനാൻഷ്യൽ ക്രൈസിസ് നടന്നു, ഫിസിക്കൽ പെയിൻ ഉണ്ട്, ഇതൊക്കെ വന്ന് പറയാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഭയങ്കര എമ്പത്തറ്റിക് ആയിട്ട് അവരെ സഹായിക്കാനും ഹീൽ ചെയ്യാനൊക്കെ പോകും. അതിനു പകരം അവരുടെ കർമ്മങ്ങൾ അവർ തന്നെ തീർക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഹെൽപ്പ് ചെയ്യാതിരിക്കുക. ഡിറ്റാച്ച്മെൻറ്റ്, സങ്കടം കാണിക്കാതിരിക്കുക, ദൂരെ മാറി നിന്ന് സ്നേഹത്തോടെ നോക്കി നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. ഇനി ഇന്നർ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ളൊരു കാര്യം. നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസ്, ഫിയർ, ഇതൊക്കെ മാറ്റുക. നിങ്ങൾ കാമായ മാത്രമാണ് ഡി എമ്മിൻ്റെ ക്ലിയറൻസ് എളുപ്പത്തിൽ നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് വന്നിട്ട് ബൗണ്ടറീസ് ആണ്. അവർ തൻ്റെ ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ടൊക്കെ ദേഷ്യവും നെഗറ്റിവിറ്റി ഒക്കെ കാണിച്ചാൽ അത് സഹിച്ച് നിൽക്കരുത്. ഡി എം അല്ലേ എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ടാണ് ഈ ദേഷ്യപ്പെടുന്നതെന്നൊക്കെ വിചാരിച്ച് സഹിക്കരുത്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ബൗണ്ടറി പാലിക്കുന്നത് അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് അൺകണ്ടീഷണൽ ലവ് ആണ്. അവരെ മാറ്റാൻ ശ്രമിക്കാതെ അവർ കടന്നു പോകുന്ന വഴികളെ റെസ്പെക്ട് ചെയ്യുക. ജഡ്ജ്മെന്റ് ഇല്ലാതെ അവർക്ക് സ്നേഹത്തിന്റെ ഊർജം സെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അവർക്കൊരു പ്രയാസം വരുമ്പോഴത്തേക്കും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ജഡ്ജ് ചെയ്യുക, തുള്ളിച്ചാടുക, ഒബ്സർവ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ സങ്കടപ്പെടുക, അവർക്ക് ഇങ്ങനെ വന്നല്ലോ എന്നുള്ളൊരു ഇമോഷണൽ പെയിന് നമ്മൾ ഏറ്റെടുക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതിന് പകരം അവർക്ക് സ്നേഹത്തിന്റെ ഊർജം മാത്രം സെൻഡ് ചെയ്യുക. ഇതൊക്കെ താങ്ങാനുള്ള കരുത്തുണ്ടാവട്ടെ എന്നുള്ള ബ്ലെസ്സിങ്സ് കൊടുക്കുക. ചുരുക്കത്തിൽ കാർമിക് ക്ലിയറൻസ് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ശസ്ത്രക്രിയയാണെന്ന് പറയാം. സാധാരണ ഓപ്പറേഷൻ നടക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവാറുണ്ട് അല്ലേ. ഇപ്പോൾ ഡി എഫ് എന്ന നിലയിൽ നിങ്ങൾ കൂടുതൽ ശക്തരാവുകയും നമ്മുടെ ഇന്നർ യൂണിയനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഡി എമ്മിന് നൽകാവുന്ന ഏറ്റവും വലിയ ഹെൽപ്പ്. അപ്പോൾ ഈ ഒരു പ്രക്രിയയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പ്രോസസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താ തോന്നുന്നത് നിങ്ങൾക്ക്? സമാധാനമാണോ? അതോ ഡി എം ഇപ്പോൾ കാർമിക് ക്ലിയറൻസിലൂടെ പോവുകയാണെങ്കിൽ അവരുടെ വേദനയിൽ കുറച്ച് ആശങ്കാജനകമായിട്ട് ഇനി എന്താവും എന്നൊക്കെയുള്ള ഒരു പെയിൻ ആണോ ഉണ്ടാകുന്നത്? ഒന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്